ഇപ്പം ഞങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ സംഘടനയായ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികളാണ്. എൻ്റെ പേര് അമരവിള രാമകൃഷ്ണൻ. നമ്മുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ആർ രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശ്രീ എസ് രാധാകൃഷ്ണൻ, സി പി രവീന്ദ്രൻ, ശ്രീ പി മുരളീധരൻ. അപ്പോൾ ഞങ്ങൾ പ്രധാനമായും ഇന്ന് ഒരു പത്രക്കാരെ കാണാൻ തയ്യാറായത് നമ്മുടെ വയോജന വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല. ഉള്ള ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസകരമായ കാര്യങ്ങളാണ്. ഒന്ന്, റെയിൽവേ യാത്രാ കൺസെഷൻ നിലവിലുണ്ടായിരുന്നു. കോവിഡിൻ്റെ മറവിൽ വയസ്സായ ആളുകൾ പുറത്തിറങ്ങരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ ധരിച്ചു ഞങ്ങളുടെയൊക്കെ സുരക്ഷിതത്വമായിരിക്കും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ കരുതി. പക്ഷേ അതൊരു ചതിയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. അത് പുനഃസ്ഥാപിക്കണം എന്ന് പല പ്രാവശ്യം സർക്കാരിനോട് നേരിട്ടും നിവേദനങ്ങൾ നൽകിയും ആവശ്യപ്പെട്ടിട്ടും അത് ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അതുപോലെ തന്നെയാണ് ഈ പെൻഷൻ, വയോജന പെൻഷൻ. നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു അപമാനമാണ് 200 രൂപ മാസം പെൻഷൻ വയോജനങ്ങൾക്ക് കൊടുക്കുന്നത്. അത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെയ്തതല്ല. അതിനു മുമ്പ് തീരുമാനിച്ചതാണ് ഈ വയോജന പെൻഷൻ തീരുമാനം. അന്ന് പ്രഖ്യാപിച്ച ആ 200 രൂപ വർഷങ്ങളോളമായിട്ടും അതിനൊരു മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അതിനും പല നിവേദനങ്ങളും നേരിൽ നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ നിലവിലുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ അവസാന സന്ദർഭത്തിൽ ഈ ക്ഷേമ പെൻഷൻ അതാത് സംസ്ഥാനം കൊടുത്തോളണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തതായിട്ട് മനസ്സിലാക്കുന്നു. ആകപ്പാടെ ഇവിടെ 62 ലക്ഷം ജനങ്ങൾക്ക് 2000 രൂപ വീതം ഇവിടെ കൊടുക്കുന്നു നമ്മുടെ കേരള സർക്കാർ. 200 രൂപ പെൻഷൻ കൊടുക്കുന്നതിന് വെറും 6,25,000 പേർക്ക് മാത്രമേ ഉള്ളൂ. അതുപോലും കൊടുക്കുവാൻ തയ്യാറാകാതെ പിന്മാറുന്ന ഒരു സ്ഥിതിവിശേഷം. അതിന് പുറമെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർ ഒരു ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ഒരു എൽഡർ ലൈൻ പദ്ധതി ഉണ്ട്. 1456 എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ ഏതാണ്ട് 88,000 വയോജനങ്ങൾ ആ ഫോണിൽ ബന്ധപ്പെടുകയും അവരുടെ പരാതിക്ക് പരിഹാരം കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു പദ്ധതിയായിരുന്നു. ഇപ്പോൾ അതിന് 3 മേഖലയായി തിരിച്ചിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ അത് ആന്ധ്രയിലാണ് കിട്ടുന്നത്. ഈ ആന്ധ്രയിൽ കിട്ടുമ്പോൾ അവിടുന്ന് ഇവർ ചോദിക്കും, മലയാളമാണെങ്കിൽ 1 കുത്തുക, 2 കുത്തുക, ഹിന്ദി ആണെങ്കിൽ പാവപ്പെട്ട വയോജനങ്ങൾ ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. ഇത് വന്നപ്പോൾ തന്നെ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അടിയന്തരമായി ഇടപെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ആ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് നിവേദനം നൽകിയിരുന്നു. എല്ലാ പത്രശേഖരനും മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, കേരളകൗമുദി എന്ന് വേണ്ട എല്ലാ പത്രങ്ങൾക്കും സംഘടന തന്നെ അറിയിപ്പ് കൊടുത്ത് നല്ല രീതിയിലുള്ള വാർത്തകൾ വരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ്
കേന്ദ്ര സർക്കാർ അതിനൊരു തീരുമാനം ആയിട്ടുണ്ട്. 6 മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. അത് ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ പറയുന്നത് ഈ 6 മാസത്തേക്കെന്നുള്ളതല്ല, അത് എന്നേക്കുമായി ഇന്ന് നടന്നു പോകുന്ന രീതി അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കാരണം അതിനകത്ത് വേറെ വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത്, കേരള സർക്കാർ ഒരു സല്ലാപം പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സല്ലാപം പരിപാടിയും ഈ നമ്പറിൽ കൂടിയാണ് പോകേണ്ടത്. ആ പദ്ധതിയും നിന്നുപോകും. ആ ഒരു സാഹചര്യം ഉണ്ടാകാതെ അത് പുനഃസ്ഥാപിക്കണം എന്നാണ് ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുന്നത്. ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഈ മാസം 9-ാം തീയതി 14 ജില്ലാ കേന്ദ്രങ്ങളിലും സെൻട്രൽ ഗവൺമെൻറ് ഓഫീസും റെയിൽവേ സ്റ്റേഷനും മുമ്പ് ഞങ്ങളുടെ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് 14 ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കും. തിരുവനന്തപുരത്ത് 9-ാം തീയതി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്ന് പ്രകടനമായി RMSൻ്റെ നടയിൽ ഞങ്ങൾ വിശദീകരണ യോഗം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു വല്ലാത്ത തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭമാണല്ലോ. വയോജനങ്ങൾ 62 ലക്ഷം വയോജനങ്ങൾ ഇന്ന് വളരെയധികം വേദനയോടെ കഴിയുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷം കേരള സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വയസ്സായ ആളുകൾക്ക് ഒരു പ്രയാസമില്ലാതെ സാമ്പത്തികമായാലും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിലായാലും ഒരു പ്രയാസവുമില്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരു സന്ദർഭമാണ്. ഇത് തുടരണം. ഇല്ലെങ്കിലോ കഴിഞ്ഞ 2011 മുതൽ 2016 വരെ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ഒരു ഭയപ്പാടിലാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 62 ലക്ഷം വയോജനങ്ങൾ വളരെയധികം ആലോചനയോടുകൂടി കഴിയുന്ന ഒരു സന്ദർഭമാണ്. ഇപ്പോൾ നമ്മുടെ UDF ഗവൺമെൻറ്, അത് പ്രായം ചെന്ന ആളുകൾക്കറിയാം, 2011 മുതൽ 2016 വരെ നിസ്സാരം 600 രൂപ പെൻഷൻ പോലും കൊടുക്കുവാൻ ആ ഗവൺമെൻറ് കഴിഞ്ഞില്ല. ആ പീരീഡിൽ മരുന്ന് വാങ്ങുവാനോ ആഹാരം കഴിക്കുവാനോ നിവൃത്തിയില്ലാതെ ആയിരക്കണക്കിന് മുതിർന്ന പൗരന്മാർ മരിച്ചു വീണ ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരളം. ആരും അതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടില്ലായിരുന്നു. ആ അനുഭവം ഇനി വരരുത് എന്ന് കേരളത്തിലെ മുതിർന്ന പൗരന്മാർ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഞങ്ങളെ ആര് സംരക്ഷിക്കും അവരോടൊപ്പം നമ്മൾ നിൽക്കും. നമ്മുടെ കാഴ്ചപ്പാടാ. അപ്പോൾ ഇപ്പോൾ ഏത് രീതിയിൽ നോക്കിയിരുന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് സാധാരണക്കാരൻ്റെയും വയോജനങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി ചേർത്ത് നിർത്തുന്ന ആ നയസമീപനം. ഇത് തുടരണം. അതിന് നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ മുതിർന്ന പൗരന്മാരും അവരുടെ ജീവിത പ്രശ്നമാണ് ഇനിയുള്ള കാലം. കാരണം ജീവിതത്തിൻ്റെ 85% കഴിഞ്ഞു. ഇനി ഒരു 10, 12, 15% ഉള്ളൂ. ആരുടെയും മുമ്പിൽ തലകുനിയാതെ സ്വന്തമായി അവർക്കൊരു ചായ കുടിക്കാനുള്ള അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കാനുള്ള കാശ് സമയബന്ധിതമായി കിട്ടണമെങ്കിൽ ഈ ഗവൺമെൻറ് തുടർന്നേ കഴിയൂ എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ പാവപ്പെട്ട ജനവിഭാഗങ്ങളും മുതിർന്ന പൗരന്മാരും അവരുടെ മുൻകാല അനുഭവങ്ങൾ കൂടെ വെച്ചുകൊണ്ട് അതിനുവേണ്ടി നിലകൊള്ളേണ്ട ഒരു കാലഘട്ടം കൂടെയാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തണം തീരുമാനിച്ചത്. ഒന്നുകൂടി ഞങ്ങൾ ആവർത്തിക്കുന്നു, ഞങ്ങളുടെ ഏതാണ്ട് 3-3.5 ലക്ഷം മെമ്പർഷിപ്പുണ്ട് സംസ്ഥാന ഒട്ടുക്ക്. ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ ചിന്താഗതിക്കാരും ഞങ്ങളുടെ സംഘടനയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ സംഘടനയല്ല ഞങ്ങളുടേത്. ഞങ്ങൾ ആരുടെയും വർഗ ബഹുജന സംഘടനയുമല്ല. സ്വതന്ത്രമായി നിന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളെ ആര് സഹായിക്കും? ഏത് ഗവൺമെൻറ്റാണോ, ഏത് അധികാരവർഗമാണോ നമ്മളെ സഹായിക്കുന്നു, അവരോടൊപ്പം നമ്മൾ നിൽക്കുന്നു. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ രീതിയിലാണ് ഞങ്ങൾ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന കൺവെൻഷൻ ചർച്ച ചെയ്ത് ഈ ഒരു ധാരണയിൽ എത്തിയത്.
ആ വിവരമാണ് ഇവിടെയുള്ള എല്ലാ പാവപ്പെട്ടവരുടെയും വയോജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊടുക്കുവാൻ ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടാൻ തയ്യാറായത്.